നമസ്കാരം. ടൈം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 95.47% റെക്കോർഡ് വിജയമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. ദേശീയ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച നടനുള്ള ദേശീയ അവാർഡ് സുരാജ് വെഞ്ഞാറമൂടിന്. കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും വലിയ വാണിജ്യ കേന്ദ്രമാകാൻ പോകുന്ന KSRTC മന്ദിരം 3 മാസത്തിനുള്ളിൽ പൂർത്തിയാകും. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. വിശദമായ വാർത്തകളിലേക്ക്. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 95.47% റെക്കോർഡ് വിജയമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. 931 സ്കൂളുകൾ 100% വിജയം കരസ്ഥമാക്കി. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 95.47% റെക്കോർഡ് വിജയമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. 4,42,608 വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് അർഹത നേടി. വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുൾ റബ്ബാണ് SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചത്. ഇത്രയും നേരത്തെ ഫലം പ്രഖ്യാപിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. 2003 1.3% വർധനവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. 94.17 ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ വിജയശതമാനം. 14,802 പേരാണ് എല്ലാ വിഷയങ്ങളിലും A+ നേടിയത്. ഏറ്റവും കൂടുതൽ വിജയശതമാനം കണ്ണൂർ ജില്ലയിൽ 98.27%. കുറവ് പാലക്കാട് ജില്ലയിലുമാണ്. സംസ്ഥാനത്താകെ 251 സർക്കാർ സ്കൂളുകളടക്കം 931 സ്കൂളുകൾ 100% വിജയം നേടി. പരീക്ഷ എഴുതിയ ആൺകുട്ടികളിൽ 94.44%, പെൺകുട്ടികളിൽ 96.53% പേരും ജയിച്ചു. ഒരു വിഷയത്തിൽ പരാജയപ്പെട്ട കുട്ടികൾക്കുള്ള സേ പരീക്ഷ മെയ് 12 മുതൽ 17 വരെ നടക്കും. റെക്കോർഡ് വേഗത്തിലാണ് ഇത്തവണ SSLC പരീക്ഷാഫലം പുറത്തുവന്നത്. പരീക്ഷ അവസാനിച്ച് 25 ദിവസത്തിനുള്ളിൽ മൂല്യനിർണ്ണയം പൂർത്തിയാക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന് പ്രത്യേകം കഴിഞ്ഞു. ദേശീയ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച നടനുള്ള ദേശീയ അവാർഡ് സുരാജ് വെഞ്ഞാറമൂടിന് ലഭിച്ചു. ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത പേരറിയാത്തവൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് സുരാജിന് അവാർഡ്. മികച്ച മലയാള ചലച്ചിത്രം നോർത്ത് 24 ഘാതം തിരഞ്ഞെടുക്കപ്പെട്ടു. 61ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി താരം സുരാജ് വെഞ്ഞാറമൂട് മികച്ച നടനുള്ള പുരസ്കാരത്തിന് അർഹനായി. ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത പേരറിയാത്തവൻ എന്ന സിനിമയിലെ അഭിനയ മികവാണ് സുരാജിനെ അവാർഡിന് അർഹനാക്കിയത്. ഹിന്ദി ചിത്രം ഷാഹിദിൽ മികച്ച അഭിനയം കാഴ്ചവെച്ച രാജ്കുമാർ റാവിനൊപ്പമാണ് സുരാജ് മികച്ച നടനുള്ള പുരസ്കാരം പങ്കിട്ടത്. മികച്ച നടനടക്കം 3 പുരസ്കാരങ്ങളാണ് മലയാളത്തിന് ലഭിച്ചത്. മികച്ച പാരിസ്ഥിതിക ചിത്രത്തിനുള്ള പുരസ്കാരവും പേരറിയാത്തവനെന്ന് സ്വന്തമാക്കി. റീ റെക്കോർഡിംഗിനുള്ള അവാർഡ് മലയാള ചിത്രം സോപാനത്തിനാണ്. മികച്ച മലയാള ചിത്രത്തിനുള്ള അവാർഡ് നോർത്ത് 24 കാന്തമാണ് പങ്കിട്ടത്. മലയാളിയായ ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത ലേയേഴ്സ് ഡസിൻ അഭിനയിച്ച ഗീതാഞ്ജലി ദാപ്പയാണ് മികച്ച നടി. ഈ ചിത്രത്തിലെ ഛായാഗ്രഹണം നിർവഹിച്ച രാജീവ് രവിയാണ് മികച്ച ഛായാഗ്രഹകൻ. അനുകരണ കലയിൽ നിന്നും അഭിനയ രംഗത്തെത്തിയ ജീവിതരേഖയാണ് സുരാജ് വെഞ്ഞാറമൂടിനുള്ളത്. മിമിക്രി കലാകാരന്മാർക്ക് അഭിനയിക്കാൻ അറിയില്ലെന്ന വാദത്തിന് ദേശീയ പുരസ്കാരത്തിലൂടെ മറുപടി നൽകുന്ന 2ാമത്തെ നടനായിരിക്കും സുരാജ്. സലീം കുമാറിനൊപ്പം സിനിമയിലെ കോക്കസുകൾക്കെതിരെ ശബ്ദിച്ച മറ്റൊരു നടൻ കൂടിയാണ് ഇന്ന് ദേശീയ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ചാലക്കുടി പുഴ മലിനമായി പോയിരിക്കുന്നു, ചാലിയാർ മലിനമായി പോയിരിക്കുന്നു. ഈ വയലിൽ പുരുത്തവരാണ് നമ്മുടെ സമരായുധം കവിത.
ഉറപ്പില്ലാതെ ഞങ്ങൾ ഇവിടെ നിന്ന് മാറില്ല സാറേ. കമ്മ്യൂണിസ്റ്റ് ആയോടി? ന്യൂസ് ഡെസ്ക് ടൈം ന്യൂസ്. കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും വലിയ വാണിജ്യ കേന്ദ്രമാകാൻ പോകുന്ന KSRTC മന്ദിരം 3 മാസത്തിനുള്ളിൽ പൂർത്തിയാകും. 55 കോടി രൂപ മുടക്കി കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷനാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും വലിയ വാണിജ്യ കേന്ദ്രമാകാൻ പോകുന്ന KSRTCയുടെ പുതിയ മന്ദിരം ഒരുങ്ങിക്കഴിഞ്ഞു. കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകാൻ 3 മാസം കൂടി വേണ്ടിവരുമെന്നാണ് സൂചന. അലുമിനിയം കോംപാസ്റ്റിക് പാനൽ സ്ഥാപിച്ചു കഴിഞ്ഞു. ലിഫ്റ്റിന്റെ പ്രവർത്തികൾ പുരോഗമിക്കുകയാണ്. കൂടാതെ കെട്ടിടത്തിന് ചുറ്റും റോഡ് നിർമ്മിക്കുന്നതിനുള്ള പ്രവൃത്തിയും നടന്നുവരുന്നു. ഭൂമിക്കിടയിൽ 2 നിലകളും അതിനു മുകളിൽ തറനിരപ്പിൽ നിന്ന് 2 നിലകളും ഉയരത്തിൽ ബസ് ടെർമിനലും അതിനുമേലെ 9 നിലകളും അടങ്ങുന്ന 2 ടവറുകളും ഉൾപ്പെടുന്നതാണ് കെട്ടിടം. പുതിയ കെട്ടിടത്തിലെ വ്യാപാര ഇടങ്ങൾ വാടകയ്ക്കു നൽകുന്നതിന് ഈ മാസം അവസാനം ടെൻഡർ ക്ഷണിക്കും. മൾട്ടിപ്ലക്സ് ഉൾപ്പെടെയുള്ളവയ്ക്കാണ് ടെൻഡർ ക്ഷണിക്കുക. ഫുഡ് കോർട്ട്, പാർക്കിംഗ് ഏരിയ, 9 നിലകൾ വീതമുള്ള 2 ടവറുകൾ, മൾട്ടിപ്ലക്സ് എന്നിവയാണ് വാടകയ്ക്ക് നൽകുന്നത്. ഇതിന്റെ കിഴക്ക് ഭാഗത്ത് പണിയുന്ന ഗാരേജ് ഉൾപ്പെടുന്ന KSRTC അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിന്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. 55 കോടി രൂപ മുടക്കി കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷനാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിൽ. 2 ദിവസമായി പ്രതിദിന ഉപയോഗം 70 ദശലക്ഷം യൂണിറ്റിലെത്തി. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിൽ. 2 ദിവസമായി പ്രതിദിനം ഉപയോഗം 70 ലക്ഷം യൂണിറ്റിലെത്തി. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ദൈനംദിന ശരാശരി ഉപയോഗം 60/62 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു. വിഷുവിനോടനുബന്ധിച്ച് 72 ദശലക്ഷം യൂണിറ്റ് വരെ ഉയരാനാണ് സാധ്യത. ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തി ഉപയോഗം നിയന്ത്രിക്കാനാണ് വൈദ്യുതി ബോർഡിന്റെ ആലോചന. ഇതോടൊപ്പം തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് മാറ്റിവെച്ച നിരക്ക് വർധനവും നടപ്പാക്കും. കടുത്ത വൈദ്യുതി ക്ഷാമത്തെ തുടർന്ന് ദിവസവും 10 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി പുറമെ നിന്ന് വാങ്ങുന്നുണ്ട്. യൂണിറ്റിന് ശരാശരി 15 രൂപയാണ് നൽകുന്നത്. ഇത്ര അധികം വൈദ്യുതി പുറമേ നിന്ന് വാങ്ങുന്നത് ഇത് ആദ്യമായാണ്. ഫെബ്രുവരി അവസാനം ലോഡ് ഷെഡിംഗ് ആരംഭിക്കാനാണ് വൈദ്യുതി ബോർഡ് ഉദ്ദേശിച്ചതെങ്കിലും തെരഞ്ഞെടുപ്പ് കാരണം നീട്ടിവെക്കുകയായിരുന്നു. ഇക്കുറി 2 നേരമായി 2 മണിക്കൂറിൽ കുറയാതെ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താനാണ് ആലോചന. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടയിലെ മെച്ചപ്പെട്ട കാലവർഷം കിട്ടിയിട്ടുണ്ടെങ്കിലും ദിനംപ്രതി വൈദ്യുതി ഉപയോഗം വർദ്ധിക്കുന്നതിനാൽ സംസ്ഥാനം കടുത്ത വൈദ്യുതി ക്ഷാമമാണ് വരും ദിവസങ്ങളിൽ നേരിടാൻ പോകുന്നത്. വോയിസ് ഓഫ് ഗോവിന്ദപുരം ക്ലബിന്റെ 7ാം വാർഷികം ആഘോഷിച്ചു. കോഴിക്കോട് നാരായണൻ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വോയിസ് ഓഫ് ഗോവിന്ദപുരം ക്ലബിന്റെ 7ാം വാർഷികം ആഘോഷിച്ചു. സിനിമാ സീരിയൽ നടൻ കോഴിക്കോട് നാരായണൻ നായർ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് MP രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് ചേമ്പിൽ വിവേകാനന്ദൻ മാസ്റ്റർ, A സുരേഷ് ബാബു, VP ശിവദാസൻ, M നന്ദകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. കുറച്ച് കുട്ടികളെ വിളിച്ച് ഡാൻസും ചെയ്യിച്ച് നടക്കുന്ന ക്ലബുകളും സംഘടനകളും ഉണ്ട്. പക്ഷേ അവരൊന്നും മാത്രമാണ്. അതുകൊണ്ട് ഈ സംഘടനയുടെ ഭാരവാഹികളെ ഞാൻ വളരെയധികം അനുമോദിക്കുകയാണ്. അവർക്ക് അവരുടേതായ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ പരിപൂർണ സഹകരണവും സഹായ വാഗ്ദാനങ്ങളും ഉണ്ടാകും എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ആർട്ടിസ്റ്റ് ഫ്രാൻസിസ് കോടങ്കണ്ടത്തിന്റെ ചിത്രപരമ്പരയെ അടിസ്ഥാനമാക്കി രാധാമാധവൻ ആട്ടക്കഥ രചിച്ച ഡാവിഞ്ചി പൊരുൾ കഥകളി ശ്രദ്ധേയമായി. ചാവറ കൾച്ചറൽ സെന്ററും നവരസം ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചാവറ കൾച്ചറൽ സെന്റർ, നവരസം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഡാവിഞ്ചി പൊരുൾ കഥകളി അവതരിപ്പിച്ചത്. ആർട്ടിസ്റ്റ് ഫ്രാൻസിസ് കോടങ്കണ്ടത്തിന്റെ ചിത്രപരമ്പരയെ അടിസ്ഥാനമാക്കി രാധാമാധവനാണ് ആട്ടക്കഥ രചിച്ചത്. വിശുദ്ധ കുർബാനയുടെ രഹസ്യം കലയുടെ ആത്മീയ പ്രചോദനത്തിൽ കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു കോടങ്കണ്ടത്ത്. ആട്ടക്കഥയിൽ ശ്രദ്ധേയനായ രാധാമാധവൻ 2.5 വർഷത്തെ പരിശ്രമത്തിലൂടെയാണ് ചിത്രങ്ങൾക്ക് കഥകളി രൂപം നൽകിയത്. പ്രേക്ഷകർക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ 3 രംഗങ്ങളായി തിരിച്ചായിരുന്നു അവതരിപ്പിച്ചത്. ഡൽഹിയിലെ ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളിയുടെ മുൻ ഡയറക്ടറും ചെന്നൈ കലാകേന്ദ്രം കഥകളി വിഭാഗം ആചാര്യനുമായ സദനം ബാലകൃഷ്ണനാണ് സംവിധാനം നിർവഹിച്ചത്. നെടുമ്പള്ളി രാംമോഹൻ സംഗീതം നിർവഹിച്ചു. ഡാവിഞ്ചിയായി ഗുരു സദനം ബാലകൃഷ്ണനും, യേശുക്രിസ്തുവായി കലാമണ്ഡലം അഭിൻ ബാബുവും, യൂദാസായി കലാമണ്ഡലം മനോജും, മറിയം മഗ്ദലനുമായി സദനം സദാനന്ദനും വേഷമിട്ടു.
വെച്ച് നടക്കുന്ന അന്താരാഷ്ട്ര പട്ടം പറത്തൽ മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന വൺ ഇന്ത്യ കൈറ്റ് ടീമിന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ യാത്രയയപ്പ് നൽകി. MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ ഫ്ളാഗ് ഓഫ് ചെയ്തു. അന്താരാഷ്ട്ര പട്ടം പറത്തൽ മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന വൺ ഇന്ത്യ കൈറ്റ് ടീമിന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ യാത്രയയപ്പ് നൽകി. കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ്, റോട്ടറി ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ്, ഇന്ത്യൻ കൈറ്റ് ഫ്ലയേഴ്സ് അസോസിയേഷൻ എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലാണ് യാത്രയയപ്പ് നൽകിയത്. ചൈനയിലെ വൈഫാണിൽ വെച്ചാണ് അന്താരാഷ്ട്ര പട്ടം പറത്തൽ മത്സരം നടക്കുന്നത്. ഏപ്രിൽ 18 മുതൽ 26 വരെയാണ് മത്സരം. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അഡ്വക്കേറ്റ് ശ്യാം പത്മന്റെ നേതൃത്വത്തിലുള്ള 5-അംഗ ടീമാണ് പങ്കെടുക്കുന്നത്. അബ്ദുള്ള മാളിയക്കൽ, സാജിദ് തോപ്പിൽ, ഹാഷിം കടക്കാലകം, മുഹമ്മദ് അലി കാട്ടിൽവീട് എന്നിവരാണ് മറ്റ് ടീമംഗങ്ങൾ. വേൾഡ് മലയാളി കൌൺസിൽ പ്രസിഡന്റ് ചാത്തുണ്ണി മാഷ് കെ ഹാഷിമിനെയും കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി TP വാസു, വൈസ് ക്യാപ്റ്റൻ അബ്ദുള്ളയെയും പൊന്നാട അണിയിച്ചു. MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ ഫ്ളാഗ് ഓഫ് ചെയ്തു. പരിശുദ്ധമായ പെസഹ പെരുന്നാളിന്റെ കാൽക്കഴുകൽ ശുശ്രൂഷ കോഴിക്കോട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ അങ്കണത്തിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് നടക്കും. 26 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് വീണ്ടും ഈ വിശുദ്ധ ദിനം സെന്റ് ജോർജ് പള്ളിയിൽ എത്തുന്നത്. പരിശുദ്ധമായ പെസഹ പെരുന്നാളിന്റെ തിരുവത്താഴത്തോടനുബന്ധിച്ച് ഈശോ തന്റെ ശിഷ്യന്മാരെ പീഠത്തിലിരുത്തി അവരുടെ കാലുകൾ കഴുകുന്ന ഹൃദയസ്പർശിയായ രംഗം പുനരാവിഷ്കരിക്കുന്ന കാൽക്കൈകൾ ശുശ്രൂഷ കോഴിക്കോട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ അങ്കണത്തിൽ വ്യാഴാഴ്ച ഉച്ചക്ക് 2:30 നടക്കും. മലബാർ ഭദ്രസനാധിപൻ അഭിവദ്യ ഡോക്ടർ സക്കറിയ മാർത്തോഫിയോസ് മെത്രോപോലിത്തയുടെ മുഖ്യ കാർഗത്യത്തിലും അനേകം വൈദികരുടെ സഹകാർഗത്യത്തിലുമായിരിക്കും ചടങ്ങുകൾ നടക്കുക. നീണ്ട 26 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് വീണ്ടും ഈ വിശുദ്ധ ദിനം സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ അങ്കണത്തിൽ നടക്കുന്നത്. വിശുദ്ധ ദിനമായി കരുതപ്പെടുന്ന വ്യായാം, പെസഹ ശുശ്രൂഷ, പെസഹ കുർബാന, ഉച്ച നമസ്കാരം, കാൽക്കഴുകൽ ശുശ്രൂഷ എന്നിവ നടക്കുമെന്ന് ഫാദർ ബോബി പീറ്റർ പറഞ്ഞു. ഈ ശുശ്രൂഷയിൽ കോഴിക്കോടുള്ള എല്ലാ ക്രൈസ്തവ സഭയിലെ ആളുകളെയും പ്രത്യേകമായിട്ട് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ക്രൈസ്തവ സഭയിലെ എല്ലാ ആളുകളെയും, കോഴിക്കോട് ടൗണിലുള്ള എല്ലാ ആളുകളെയും ഈ ഭക്തി നിർഭരമായിട്ടുള്ള ഈ ശുശ്രൂഷയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ 26-27 വർഷത്തിന് ശേഷമാണ് ഇവിടെ ഈ കാലുകളുടെ ശുശ്രൂഷ നടത്തപ്പെടുന്നത്. കോഴിക്കോട് മേഖലയിൽ തന്നെ 26 വർഷത്തിന് ശേഷമാണ് നടത്തുന്നത്. മലങ്കര ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം ഇത് മെത്രാപ്പൊലിത്തന്മാർ, പിതാക്കന്മാർ മാത്രം നടത്തുന്ന ഒരു ശുശ്രൂഷയാണ് കാലുകളുടെ ശുശ്രൂഷ. ഇത് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി തൻ്റെ വിനയത്തിൻ്റെ ആ ഒരു സന്ദേശം ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുത്തതായിട്ടുള്ള ഒരു ശുശ്രൂഷയുടെ ഒരു ആവർത്തനം അല്ലെങ്കിൽ ഒരു അനുസ്മരണമൊക്കെയാണ്. അനുസ്മരണത്തേക്കാൾ ഉപരിയായിട്ട് ഇന്ന് ലോകത്തിൽ താഴ്മയുടെ ഒക്കെ സന്ദേശം മറന്നുപോകുന്ന ഇന്നത്തെ ലോകത്തിൽ തീർച്ചയായിട്ടും ആ ഒരു നമ്മളെ തന്നെ ഒന്ന് ചിന്തിപ്പിക്കുവാനും ആ ലോകത്തിൻ്റെ മുഴുവൻ്റെയും നാഥനായ ദൈവത്തിന് ഇത്രമാത്രം താഴ്ന്നു നിൽക്കുവാനായിട്ട്, തൻ്റെ സാധാരണക്കാരായ മനുഷ്യരുടെ കാലുകളെ കഴുകുവാനായിട്ടുള്ള അത്രമാത്രം വിനയപ്പെടുവാനായിട്ട് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ലോകത്തിലെ എല്ലാ നേതാക്കന്മാർക്കും എല്ലാ ഗുരുക്കന്മാർക്കും ഒക്കെ വലിയൊരു പാഠമാണ് ഇതിലൂടെ നൽകുന്നത്. അതിലൂടെ തീർച്ചയായിട്ടും ഗുരുക്കന്മാരും നേതാക്കന്മാരും ഒക്കെ ഇത് ജീവിതത്തിൽ ഒന്ന് പകർത്തുവാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ലോകം തന്നെ മാറ്റപ്പെടുവാനായിട്ട്, ലോകത്തിൻ്റെ തന്നെ ആ സ്വഭാവം തന്നെ മാറ്റപ്പെടുവാനായിട്ട് സാധിക്കും എന്നുള്ളതും കൂടിയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട സന്ദേശം നൽകുന്നത്. പാസ് ഓവർ അഥവാ പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നുപോക്ക് എന്നുള്ളതാണ്. ഈ പഴയ നിയമത്തിൽ ഇസ്രായേൽക്കാരുടെ അടുക്കിലേക്ക്, ഇസ്രായേലിൻ്റെ ആ ഫിലിസ്തീയ ദേശത്തുണ്ടായിരുന്ന ഇസ്രായേൽക്കാരുടെ ആ ദേശം മുഴുവനും ഒരു സംഹാര ദൂതനെ അയച്ചുകൊണ്ട് ഇസ്രായേൽക്കാരെ രക്ഷിക്കുവാനായിട്ട് ദൈവം ഒരു പരിശ്രമം നടത്തുന്നതായിട്ട് പഴയ നിയമ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സംഹാരദൂതൻ കടന്നു വന്ന് എല്ലാ ഭവനങ്ങളിലുള്ള മൂത്ത സന്താനങ്ങളെ, ആദ്യ സന്താനങ്ങളെ മുഴുവനായിട്ട് നശിപ്പിച്ചു കളയുന്നതായിട്ടുള്ള ഒരു സംഭവമാണ്. അത് ആ ഒരു സംഹാരദൂതനെ ഭയന്നുകൊണ്ട് ഫറവോൻ ഇസ്രായേൽ ജനതയെ, ദൈവത്തിൻ്റെ സ്വന്തം ജനതയെ അവിടെ നിന്ന് അവരുടെ അടിമത്ത വേലയിൽ നിന്ന് അവരെ സ്വതന്ത്രമാക്കണമെന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ കൽപ്പന. അത് ഈ ഒരു സംഹാരദൂതൻ കടന്നു വരുമ്പോൾ ഇസ്രായേൽ ജനതയെ, ദൈവത്തിൻ്റെ സ്വന്തം ജനതയ്ക്ക് മാത്രം ഈ ഒരു നഷ്ടമുണ്ടാകാതെ, സംഹാരദൂതൻ കടന്നു വന്ന അവരുടെ മക്കളെ കൊന്നുകളയാതിരിക്കാനായിട്ട് ആ ഭവനക്കാർക്ക്, ഇസ്രായേൽക്കാർക്ക് മാത്രം മോശ മുഖേന ഒരു അടയാളം നൽകുകയാണ്. ഈ സംഹാരദൂതൻ വരുന്ന സമയത്ത് നിങ്ങളുടെ ഭവനത്തിൻ്റെ കട്ടിലപ്പടികൾക്ക് ഒരു രക്തം കൊണ്ട്, ആടിൻ്റെ രക്തം കൊണ്ട് ഒരു അടയാളം വരയ്ക്കണം. ആ അടയാളം കാണുമ്പോൾ ആ ഭവനത്തിലേക്ക് മാത്രം സംഹാരദൂതൻ കടന്നു വരാതെ ഇസ്രായേൽ ജനതയിൽ പുറത്തുള്ള മറ്റുള്ള ആളുകളുടെ ഭവനങ്ങളിലേക്ക് സംഹാരദൂതൻ കടന്നു വരികയും
അവർക്ക് വലിയൊരു അടയാളമായിട്ട് ഇനിയും ഇസ്രായേൽ ജനതയെ പീഡിപ്പിക്കുവാനായിട്ടാണ് ഈ ഫറവോന്റെ ഭാവമെങ്കിൽ തീർച്ചയായിട്ടും ഇത് തുടരുകയാണ്. അവരുടെ ജനം മുഴുവൻ നശിപ്പിക്കുവാനായിട്ട് സർവശക്തനാണ് ദൈവം എന്നുള്ള ഒരു സത്യം അവർക്ക് ബോധ്യപ്പെടുത്തുവാനും കൂടിയാണ് ഈ ഒരു പെസഹ ആദ്യമായിട്ട് നടത്തപ്പെടുന്നത്. അതിന്റെ അനുസ്മരണമായിട്ട് പുതിയ നിയമത്തിൽ യേശുക്രിസ്തു അടക്കം എല്ലാ യഹൂദന്മാരും ഈ ഒരു അനുസ്മരണ പെരുന്നാൾ പെസഹ പെരുന്നാൾ നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചിട്ട് പുതിയ നിയമത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ പ്രാധാന്യമുണ്ടത്. കാരണം യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴം, ലാസ്റ്റ് സപ്പർ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയുടെ ആദ്യത്തെ ബലി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന ഈ പെസഹയാണ്. അതാണ് പുതിയ നിയമത്തെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം അതാണ്. ആദ്യത്തെ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം നടത്തുന്നത് ഈ പെസഹ പെരുന്നാളിലാണ്. യേശുക്രിസ്തു വിനയാന്വിതനായിട്ട് ആ സമയത്താണ് തന്റെ ശിഷ്യന്മാരെ അടുക്കിലേക്ക് വിളിച്ചിട്ട് അവരുടെ കാലുകൾ കഴുകുന്നത്. ആ ഒരു തിരുവത്താഴവും അല്ലെങ്കിൽ ആ പെസഹ അത്താഴത്തിനോടനുബന്ധിച്ച് നടത്തുന്ന ഒരു ശുശ്രൂഷയാണ് ഈ കാലുകൾക്ക് ശുശ്രൂഷ. നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെ പോലെയും ആകട്ടെ എന്ന ബൈബിൾ തിരുവചനങ്ങൾ അരുളിക്കൊണ്ട് വീണ്ടും ഒരു പെസഹ വ്യായാമം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. ഈ വർഷത്തെ SSLC പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 95.47% റെക്കോർഡ് വിജയമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. ദേശീയ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച നടനുള്ള ദേശീയ അവാർഡ് സുരാജ് വെഞ്ഞാറമൂടിന്. കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും വലിയ വാണിജ്യ കേന്ദ്രമാകാൻ പോകുന്ന KSRTC മന്ദിരം 3 മാസത്തിനുള്ളിൽ പൂർത്തിയാകും. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.